ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നറിയാം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്നും വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ഇന്നൊരു സിമ്പിൾ ഒരു മേക്കപ്പ് ലുക്കാണ്. നമുക്ക് ഇപ്പം ക്രിസ്മസ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ക്രിസ്മസ് ആയി കാണും. അപ്പോൾ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ പോകുന്നവരാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു രീതിയിലുള്ള മേക്കപ്പാണ്. മേക്കപ്പ് ടീം കൊണ്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. ഫൗണ്ടേഷനോ അങ്ങനെ ഒന്നുമില്ല. ഒന്ന് കൺസീലർ വെച്ച് സ്കിൻ പ്രിപ്പ് ചെയ്യുന്നത്, ഫേസ് വാഷ് ചെയ്യുക. നല്ല ഫേസ് വാഷ് പാറ്റർ ചെയ്തിട്ട് ടോൺ അപ്ലൈ ചെയ്യുക കേട്ടോ. നല്ല ഒരു ടോൺ അപ്ലൈ ചെയ്യുക. കുറച്ച് നേരം ഒന്ന് അബ്സർവ് ചെയ്യാൻ വിടുക. 4 രീതിയിൽ യൂസ് ചെയ്യും. ഇതിൻ്റെ ഒരു പ്രത്യേക വീഡിയോ ഞാൻ പ്രത്യേകമായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പ്രൈമറോ അങ്ങനെ ഒന്നും എടുക്കത്തില്ല, സിറമും അപ്ലൈ ചെയ്യുന്നില്ല. ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ വെച്ച് തന്നെ ഞാൻ ഫേസ് അപ്ലൈ ചെയ്യുകയാണ്. കഴുത്തിലും നല്ലോണം ഒരു മോയ്സ്ചറൈസർ കൊടുക്കുക. കാരണം ക്രിസ്മസ് ഇവൻറ്റിനൊക്കെ പോകുന്നവർ, ന്യൂ ഇയർ ഇവൻറ്റിനൊക്കെ പോകുന്ന മോയ്സ്ചറൈസർ ഒന്ന് അബ്സർവ് ചെയ്യാൻ വിടുക. ഇതൊരു ഞാൻ യൂസ് ചെയ്ത ഈ ഒരു പ്രൈമർ മോയ്സ്ചറൈസർ പ്രൈമറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പ്രൈമറൊന്നും എടുക്കുന്നില്ല, ഈ ഒരു പ്രോഡക്റ്റ് തന്നെ. പിന്നെ ലിപ്പം ഒന്ന് മോയ്സ്ചറൈസിങ് ആയിട്ടിരിക്കാനായിട്ട് നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ എന്തായാലും നമ്മൾ ലിപ്സ്റ്റിക്ക് ഇന്ന് ഇപ്പം എല്ലാവരും ലിപ്സ്റ്റിക്ക് ഇടുന്നവരാണ്. അതുകൊണ്ട് ലിപ്പ് ഒന്ന് പ്രപ്പ് ആവാനായിട്ട് ഞാൻ ലിപ് ബാം ഇടുന്നുണ്ട്. കൺസീലർ തന്നെ ആയിരിക്കും. ഞാൻ ബ്രഷസ് എടുക്കുന്നുണ്ട് പൗഡർ സെറ്റ് ചെയ്യാൻ മാത്രം. അല്ലാതെ ഞാൻ ബ്രഷസ് ഒന്നും എടുക്കുന്നില്ല. ചെറുതായിട്ടൊന്ന് അണ്ടർ ഐ ഏരിയയിൽ മാത്രം ഞാൻ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഡാർക്ക് സ്പോട്ട്സോ അണ്ടർ ഐ സർക്കിൾ ഒന്നും ഇല്ലാത്തവർ ഒരുപാട് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം പ്രോഡക്റ്റ്സ് ഒക്കെ എല്ലാവരും മിനിമലായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം മിനിമലായിട്ട് തന്നെ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുക. അത്യാവശ്യം ഞാൻ എൻ്റെ നോസിൻ്റെ ഈ ഏരിയയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കൺസീലർ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ലോണം കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ ഈ ഒരു ഫിംഗേഴ്സ് വെച്ച് മാത്രമാണ് ഞാൻ ഡാബ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒന്നും യൂസ് ചെയ്തില്ല, സ്പോഞ്ചോ ബ്രഷസോ ഒന്നും യൂസ് ചെയ്തില്ല. കാരണം ഈ ഒരു സ്വിസ്വിയുടെ ഒരു കൺസീലർ അടിപൊളിയായിട്ട് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഡീപ്പർ ഷെയ്ഡിനുള്ളവർ വരെ ഇതിനകത്തുണ്ട്. ഓറഞ്ച് കറക്റ്റർ ഇതിനകത്ത് തന്നെ ഉണ്ട്. സംഭവം നല്ലതാണ്, യൂസ് ചെയ്യുക. ഒരുപാട് ഡാർക്ക് സ്പോട്ട്സ് ഉള്ളവർ, ഡാർക്ക് സർക്കിൾസ് ഓഫ് പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉള്ളവർ ഇതിൻ്റെ തന്നെ ഒരു ഓറഞ്ച് കറക്റ്റർ വാങ്ങിച്ച് യൂസ് ചെയ്യുക. അഫോർഡബിൾ പ്രൈസിനാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് 04 ആണ്. 04. എൻ്റെ ഷെയ്ഡ് 03 ആണ്. ഇതിലും ലൈറ്റ് ഷെയ്ഡ് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാര്യം ഈ ഒരു എമൗണ്ടേ ഞാൻ എടുക്കുന്നത്. കാരണം അത്യാവശ്യം കൺസീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ അണ്ടർ ഐസും അത്യാവശ്യം പിഗ്മെൻറ്റേഷനൊക്കെ ഞാൻ ആ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ കൊണ്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇട്ടേക്കുന്ന ഫൗണ്ടേഷൻ കൺസീലർ മൂവ് തന്നെ ഞാൻ എൻ്റെ ഫിംഗേഴ്സ്, എൻ്റെ ഫേസ് ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ഡ്രോപ്പ് എടുത്താൽ മതി. ഒരുപാട് പിഗ്മെൻറ്റേഷൻ ഒന്നും ഇല്ലാത്ത ഒരു ചെറിയ ഡ്രോപ്പ് എടുത്താൽ മതി. അതേപോലെ നല്ലോണം ഇത് ടിൻസൊക്കെ നല്ലോണം ഷേക്ക് ചെയ്ത് യൂസ് ചെയ്യുക. ഓക്കെ, നല്ലോണം സ്കിൻ നല്ലോണം അബ്സോർവ് ആവാൻ വിടുക. അപ്പോൾ ഇതിനകത്ത് SPF 50 ഉള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് സൺസ്ക്രീൻ ഇടേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നമുക്ക് കവറേജ് കിട്ടും. എന്നാലും നമ്മൾ അത്യാവശ്യം അംബ്രല്ലയോ അങ്ങനെ എന്തെങ്കിലും വെച്ചുകൊണ്ട് നടക്കും. ഒരു കോമ്പാക്ട് പൗഡറാണ് ഇത്, പീച്ച് 03 എന്ന് പറയുന്നത്. നല്ലൊരു ബേസ്, ഒരു നല്ല സെറ്റ് ഫൗണ്ടേഷനും ആ ഒരു കൺസീലറൊക്കെ ഒന്ന് സെറ്റ് ആവാനായിട്ട് നമ്മളൊന്ന് പൗഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അണ്ടർ ഐസിലാണ് ഇച്ചിരി നല്ലോണം കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. നല്ലോണം ഒന്ന് പഫ് ചെയ്ത് കൊടുക്കുക. നല്ലോണം പഫ് ചെയ്ത് നല്ലൊരു മാറ്റ് ഫിനിഷ് നമുക്ക് തോന്നും. ക്രീസ്നെസ് ഒന്നും വരാതെ നല്ലോണം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇയർ പോർഷനൊന്നും വിടാതെ നല്ലോണം ഒന്ന് കോമ്പാക്ട് വെച്ച് ഒന്ന് സെറ്റ് ചെയ്യുക. ഒന്ന് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലോണം പ്രോഡക്റ്റ് എല്ലാം ലോക്കാവും, നല്ലൊരു ഫിനിഷും കിട്ടും. നമുക്ക് കോമ്പാക്ട് വെച്ച് മാത്രമായിട്ട് നമുക്ക് ഫുൾ ഫേസും സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ടിൻറ്റ് എടുത്തേക്കുന്നുണ്ട്. ഞാൻ കോമ്പാക്ട് വെച്ച് ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. ഓക്കേ.
ഞാൻ കോമ്പാക്ട് പൗഡർ നൈക്കയാണ് എടുത്തത്, ബീച്ച് 03. ഇത്രയും ഫെയറായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഇതിൻ്റെയും കൂടെ ഒരു ഇച്ചിരി ഷെയ്ഡ് കുറഞ്ഞെടുത്താൽ മതി. അഫോർഡബിൾ പ്രൈസിലുള്ള കോമ്പാക്ട് പൗഡറിൻ്റെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അത് പ്രത്യേക വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. നല്ല പ്രൈസ് അഫോർഡബിൾ റേഞ്ചിലുള്ള പ്രൊഡക്റ്റ്സ്. നെക്സ്റ്റ് ഐബ്രോ സെറ്റ് ചെയ്യാം. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. ഈ പ്രോഡക്റ്റിൻ്റെ എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. ഇതെല്ലാം നല്ലതാണ്. കാര്യം ഇതിൽ 4 ഷെയ്ഡും വരുന്നുണ്ട്, ഒരു ബ്ലഷും വരുന്നുണ്ട്. എനിക്കിത് ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാം. ഇത് 2 ഗ്ലിറ്ററും 2 മാറ്റ് ഷെയ്ഡുമാണ് വരുന്നത്. നമുക്ക് ഏത് ഡ്രസ്സിനും ആപ്റ്റായിട്ട് പോകുന്ന ഷെയ്ഡ്സാണ്. നമുക്ക് ഹാൻഡി ആയിട്ട് കൊണ്ടുപോവുകയും ചെയ്യാം, അടിപൊളിയായിട്ട് സെറ്റാവുകയും ചെയ്യും. എന്നിട്ട് ക്രിസ്മസ് ലുക്കല്ലേ ഇച്ചിരി ഒരു ഗ്ലിറ്റർ, ഇതിനകത്ത് തന്നെയുള്ളൊരു ഗ്ലിറ്ററാണ്. ഇച്ചിരി ഹാർഷായെന്ന് തോന്നുന്നു, ഇച്ചിരി ഹാർഷായി. ഇത് റെക്കോർഡായിട്ടില്ലായിരുന്നു. ഈ ഒരു ഐലൈനർ വിത്ത് ഐബ്രോ ജെൽ പൗഡറാണ്. ഇത് ഞാൻ ജെൽ പൗഡർ യൂസ് ചെയ്തില്ല, പക്ഷേ ഐലൈനർ യൂസ് ചെയ്തതാണ്. മേളിലൊരു ലൈൻസും കൊടുത്ത്, കാരണം എൻ്റെ കണ്ണായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒരു നീട്ടിയാണ് എഴുതുന്നത്. ലൈൻ വരയ്ക്കുന്നത് അങ്ങനെ വരയ്ക്കുക, ഇല്ലെങ്കിൽ കാജൽ വെച്ച് തന്നെ നമുക്ക് സ്മജ് ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് ഓക്കെ. ഞാൻ ഐലൈനറായിട്ട് ഇന്നൊരു പുതിയ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് റെവ്ലോണിൻ്റെ ട്രിപ്പിൾ എക്സ് ഐലൈനറാണ്. ട്രിപ്പിൾ എക്സ് ഫാറ്റ് ഐലൈനർ. ഇതെനിക്ക് നല്ല അഫോർഡബിൾ പ്രൈസാണ്. ഇതിനകത്ത് 595 ആണ്. ഇതിൻ്റെ പ്രത്യേക വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. ഒരു ആപ്പിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത്. എനിക്ക് ബിലോ 300 സംഭവം കിട്ടി. ജെറ്റ് ബ്ലാക്കാണ് സംഭവം. ഇതിൻ്റെ ആ ഒരു ഐലൈനറിൻ്റെ താഴെ ഒരു ചെറിയ സ്മജ് ഓഫ് കൊടുത്തിട്ടുണ്ട്. ഏത് ഐ ഷാഡോ വെച്ചിട്ടാണെന്നൊന്ന് ഗസ് ചെയ്യുക. അതിൻ്റെ പ്രത്യേകം കൂടി കുറേ വരുന്നതായിരിക്കും. ഓക്കെ, ഷോർട്ട്സ് ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു മസ്കാരയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനൽ കയറിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇതിന് ഈ ബ്ലഷ് അടിപൊളി ആപ്റ്റായിരിക്കും. ഒരു ജെൽ ബേസ്ഡ്, അത് നമ്മൾ ഇച്ചിരി ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. ബ്രഷിലെടുക്കുക, അപ്ലൈ ചെയ്യുക. ദാറ്റ്സ് ഓൾ. പൗഡേർഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആവശ്യമില്ല. കാര്യം നല്ലൊരു ഉണ്ടെങ്കിൽ ഹൈലൈറ്റർ, ഇല്ലെങ്കിൽ ഹൈലൈറ്റർ നിർബന്ധമൊന്നുമില്ല. ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. സെയിം ബ്രഷാണ് ഞാൻ പൗഡർ എടുത്ത അതേ ബ്രഷാണ് ഹൈലൈറ്റർ. ബ്ലഷിന് ഞാൻ യൂസ് ചെയ്യുന്നത്, ബ്ലഷിന് ഈ സൈഡ് യൂസ് ചെയ്ത് ഹൈലൈറ്ററിന് ഈ സൈഡ് യൂസ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. അതൊന്ന് നോക്കി യൂസ് ചെയ്യുക. അത് ചെറുതായിട്ടൊരു ഹൈലൈറ്റിങ് കൊടുത്താൽ മതി, ഒരുപാടൊന്നും കൊടുക്കണ്ട. അതേപോലെ നോസ് ബ്രിഡ്ജിലും ചെറിയൊരു ഹൈലൈറ്റിങ് കൊടുക്കുന്നുണ്ട്. ബ്രോ ബോണിലും ചെറുതായിട്ട്. നല്ല ഷേപ്ഡ് ആയിട്ടുള്ള ഐബ്രോസ് ഒക്കെ ആണെങ്കിൽ ഹൈലൈറ്റ് കൊടുത്താൽ നല്ല അടിപൊളിയായിരിക്കും.
ഫോട്ടോസൊക്കെ നല്ല സ്റ്റൈലായിട്ട് വരും. ഓക്കെ, ഇനി ലിപ്സിലൂടെ നമുക്ക് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യാം. അപ്പം ഞാൻ ഒരു നിക്സിൻ്റെ ലിപ് ലൈനറാണ് എടുത്തേക്കുന്നത്. എൻ്റെ ഷെയ്ഡ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒന്ന് ലിപ്പ് ഫുൾ ലൈൻ ചെയ്തിട്ട് ഒരു റെഡ് ക്രിസ്മസ് ലുക്കായതുകൊണ്ട് ഞാനൊന്ന് റെഡ് റൂബി വൂ എന്ന് പറയുന്നതിൻ്റെ തൊട്ട് ഒരു പുതിയൊരു ബ്രാൻഡിൻ്റെ ഒരു ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഇതൊരു പ്ലം കളറിലുള്ളതായതുകൊണ്ട് ഞാനൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഫുൾ ആൻഡ് ലുക്ക് ആണ്. വെരി സിമ്പിൾ ലുക്കാണ്. നമ്മൾ ടിൻറ്റ് BB ക്രീം വെച്ച് നമുക്ക് ഇതേപോലെ തന്നെ പ്രോസസ്സ് ചെയ്യാം. ഒരുപാട് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒന്നും ഇല്ലെങ്കിൽ കോമ്പാക്ട് പൗഡർ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. സെറ്റ് ചെയ്തൊന്ന് ഫുൾ ഫേസ് സെറ്റിംഗ് സ്പ്രേയും കൂടെ എടുത്താൽ ഫുൾ ഓക്കെയാണ്. റെഡ് ലിപ്സ്റ്റിക്ക് ഇത് ഇഷ്ടമല്ലാത്തവർ ലൈറ്റ് ന്യൂഡ് ലിപ്സ്റ്റിക്ക് അല്ലെങ്കിൽ പിങ്ക് ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫോളോ ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക. അപ്പം എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏതൊക്കെയും വീഡിയോസ് എങ്ങനത്തെ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ബൈ, ലവ് യു ഓൾ, ഹാപ്പി ക്രിസ്മസ് ആൻഡ് മേരി ഹാപ്പി ന്യൂ ഇയർ. Bye.